അല്ല, അതായത് അദ്ദേഹം ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവനിൽ ഭയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നത്തെ പത്രസമ്മേളനം നടത്താൻ കഴിയുമോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രയേറെ വലിയ ഭീഷണി. ആ ഭീഷണി ആരിൽ നിന്നാണ്? അത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്നാണ്. അപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാഫിയ സംഘത്തിൽ നിന്ന് വധഭീഷണി വരെ നേരിടുന്ന ഒരു വ്യക്തിയായി ഭരണകക്ഷി MLA തന്നെ മാറിയൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. മാത്രമല്ല, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയും അദ്ദേഹത്തെ ചതിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത്തരമൊരു മുന്നണിയിൽ, അത്തരമൊരു നിയമസഭാ പാർട്ടിയിൽ അദ്ദേഹം ഇനി തുടരേണ്ടതുണ്ടോ എന്നുള്ളത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ഇങ്ങനെ അപമാനിതനായി, ചതിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട്, വധഭീഷണി നേരിട്ട് ഒരു MLA ആയി അദ്ദേഹം ഇനിയും തുടരണമെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം. UDF-ലേക്കോ അല്ലെങ്കിൽ ലീഗിലേക്കോ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാവി നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം പാർട്ടിയും മുന്നണിയും കൂടിയാലോചിച്ചിട്ടായിരിക്കും അത് സംബന്ധിച്ച് തീരുമാനം പറയാം. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിന് നേർ വിപരീതമായൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഭരണകൂടം സ്വീകരിച്ചത്, പാർട്ടിയും സ്വീകരിച്ചത്. ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ സംരക്ഷിക്കുന്നു, RSS ബാന്ധവത്തിൽ ന്യായീകരിക്കുന്നു. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഇനി ആ മുന്നണിയിൽ തുടരാൻ പറ്റുമെന്നുള്ള അദ്ദേഹം വ്യക്തമാക്കട്ടെ. അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയാൽ പാർട്ടിയും മുന്നണിയും കൂടിയാലോചിച്ച് അതിന് നിലപാട് വ്യക്തമാക്കും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാട് വന്നതിന് ശേഷം കൂടിയാലോചിച്ച് പറയേണ്ട കാര്യമാണ്. അത് അദ്ദേഹമാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. പിന്നീടാണ് അത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കുക. അദ്ദേഹം നേരത്തെ ഈ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നെറികേടുകളുടെയും കൂടെ നിന്നപ്പോൾ അതിശക്തമായി അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു ഞങ്ങൾ. അതേസമയത്ത് ഞങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന വിഷയത്തെ കുറച്ചുകൂടി കൂടുതൽ അദ്ദേഹത്തിന് ഭരണകക്ഷിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി കൂടുതൽ അറിവുകൾ കിട്ടും. ആ അറിവുകൾ കൂടി അദ്ദേഹം തുറന്നു പറയാനും ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് കുറച്ചുകൂടി സാധൂകരണം ലഭിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പഴയ സാഹചര്യം മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വ്യക്തമാക്കിയാൽ അത് സംബന്ധിച്ച് പറയാം.